Bahrain Roundup, brought to you by Lulu Exchange and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 1 ശനിയാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. മേഖലയിലെ സുരക്ഷാ അനിശ്ചിതത്വങ്ങളും കടൽമാർഗമുള്ള ഗതാഗത തടസ്സങ്ങളും മുൻനിർത്തി ബഹ്റൈനും UK-യും ലണ്ടനിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും UK വിദേശകാര്യ സെക്രട്ടറി എഡ് മിലിബാൻഡും തമ്മിലായിരുന്നു കൂടിക്കാഴ്ച. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത അനിശ്ചിതത്വവും അന്താരാഷ്ട്ര വ്യാപാരത്തിലുണ്ടാകുന്ന ആഘാതങ്ങളും യോഗത്തിൽ പ്രധാന ചർച്ചയായി. മേഖലയിലെ പുതിയ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും UK-യുടെ പൂർണ്ണ പിന്തുണ മിലിബാൻഡ് ഉറപ്പു നൽകി. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ ബഹ്റൈന്റെ പ്രവർത്തനങ്ങളിൽ UK-യുടെ സഹകരണം ശക്തമാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇസ ടൗൺ നോർത്തേൺ ഇന്റർസെക്ഷൻ പദ്ധതി ഓഗസ്റ്റ് അവസാനത്തോടെ പൂർണ്ണമായി ഗതാഗതത്തിനായി തുറന്നു നൽകും. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുൻപ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ യാത്രാ ദുരിതത്തിന് വലിയ ആശ്വാസമാകും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ റോഡിന്റെ പ്രതിദിന വാഹനശേഷി 12,000-ൽ നിന്ന് 22,500 ഉയരുമെന്ന് സദേൺ മുനിസിപ്പൽ കൗൺസിൽ അംഗം അബ്ദുള്ള ദർരാജ് വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാന മേൽപ്പാലം കഴിഞ്ഞ ആഴ്ച തുറന്നുകൊടുത്തിരുന്നു. ഡ്രെയിനേജ്, ടാറിംഗ്, നടപ്പാതകൾ എന്നിവയുടെ നിർമ്മാണം കൂടി പൂർത്തിയാകുന്നതോടെ ഇസ ടൗൺ, റിഫ, സനത്, സൽമാബാദ് തുടങ്ങിയ മേഖലകളിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാകും. കടുത്ത വേനൽ ചൂടിനിടയിലും ശക്തമായ മുന്നേറ്റം തുടർന്ന് ബഹ്റൈനിലെ റിയൽ എസ്റ്റേറ്റ് മേഖല. ഈ വർഷത്തെ ആകെ വിൽപ്പന 795 ദശലക്ഷം ബഹ്റൈനി ദിനാർ കടന്നു. ജൂലൈ മാസത്തിൽ മാത്രം 134 ദശലക്ഷത്തിലധികം ദിനാറിന്റെ 988 വിൽപ്പനകളാണ് നടപ്പിലായത്. സർവേ ആൻഡ് ലാൻഡ് രജിസ്ട്രേഷൻ ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ജനുവരി മുതൽ ഇതുവരെ 5,900-ലധികം റിയൽ എസ്റ്റേറ്റ് വിൽപ്പനകളും 17,000-ഓളം മറ്റു രജിസ്ട്രേഷൻ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ 1.6 ബില്യൺ ദിനാറിന്റെ റെക്കോർഡ് നേട്ടത്തിന് പിന്നാലെയാണ് ഈ വർഷവും വിപണി സമാനമായ വളർച്ച നിലനിർത്തുന്നത്. ഇസ ടൗൺ മാർക്കറ്റിലെ തിരക്ക് കുറയ്ക്കാനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കാനുമായി 500 പുതിയ പാർക്കിംഗ് ഇടങ്ങൾ നിർമ്മിക്കുന്നു. നിയോജക മണ്ഡലത്തിലെ വികസന പദ്ധതികളുടെ ഭാഗമായാണ് നവീകരണമെന്ന് MP ഡോക്ടർ മറിയം അൽ ഈഥായിൻ അറിയിച്ചു. പാർക്കിങ്ങിന് പുറമെ റാമിസ് ഷോപ്പിംഗ് സെന്ററിന്റെ വികസനം, വൈദ്യുതി, ലൈറ്റിംഗ് സംവിധാനങ്ങളുടെ പരിഷ്കരണം, ഹരിത ഇടങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയും പദ്ധതിയിലുണ്ട്. സദേൺ മുനിസിപ്പാലിറ്റിയും റാമിസ് ഗ്രൂപ്പും ചേർന്നുള്ള പൊതുസ്വകാര്യ പങ്കാളിത്തം പ്രാദേശിക വാണിജ്യ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബഹ്റിനിൽ വാർഷിക ഉപഭോക്തൃ വിലക്കയറ്റ നിരക്കിൽ വർധനവ്. ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം 2026 ജൂണിൽ വിലക്കയറ്റ നിരക്ക് 2.3% ഉയർന്നു. ഗതാഗത ചിലവിൽ വന്ന 10.6% വർധനവും ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ വന്ന 5.8% ഉയർച്ചയുമാണ് ഇതിന് പ്രധാന കാരണം. അതേസമയം വസ്ത്രങ്ങൾ, പാദരക്ഷകൾ എന്നിവയുടെ വിലയിൽ 12.6%, വീട്ടുവാടക, വൈദ്യുതി, ഇന്ധനം എന്നിവയിൽ 2.2% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേനൽ ചൂട് അതിരൂക്ഷമായ സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് തീപിടിക്കുന്നത് ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പെർഫ്യൂമുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ലൈറ്ററുകൾ, പവർ ബാങ്കുകൾ എന്നിവ കടുത്ത ചൂടിൽ കാറിനുള്ളിൽ വയ്ക്കരുത്. എഞ്ചിൻ അമിതമായി ചൂടാകുന്നത് ഒഴിവാക്കാൻ വാഹനം ആവശ്യമില്ലാതെ സ്റ്റാർട്ട് ചെയ്തിടരുതെന്നും മെയിൻ്റനൻസ് കൃത്യമായി നടത്തണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ജനലുകൾ അല്പം തുറന്നിടുന്നത് ഉള്ളിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. അടിയന്തര സാഹചര്യമുണ്ടായാൽ എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി 999 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ബഹ്റിനിലെ വിപണികളിൽ ഈന്തപ്പഴ വിളവെടുപ്പ് സീസൺ പുതിയ ഘട്ടത്തിലേക്ക്. വിപണിയിലെ പ്രധാനിയായ ഖലാസ് ഈന്തപ്പഴം കിലോയ്ക്ക് 2.5 ബഹ്റിനി ദിനാർ നിരക്കിൽ ലഭ്യമായി തുടങ്ങി. ഇതോടൊപ്പം ഖുനൈസി, ഗുറ എന്നീ ഇനങ്ങളും സജീവമാണ്. ഈന്തപ്പഴത്തിന് പുറമെ തണ്ണിമത്തൻ, പീച്ച്, മാമ്പഴം തുടങ്ങിയ വേനൽക്കാല പഴങ്ങൾക്കും വിപണിയിൽ വൻ ഡിമാൻഡാണ്. ജോർദാൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തണ്ണിമത്തന് 5 കിലോയ്ക്ക് 1 ദിനാർ നിരക്കിലാണ് വിൽപ്പന നടക്കുന്നത്. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്
കടലിൽ ബോട്ടിന്റെ യന്ത്രത്തകരാറിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട 3 ബഹ്റിൻ പൗരന്മാരെ കോസ്റ്റ് ഗാർഡും പോലീസ് ഏവിയേഷൻ യൂണിറ്റും ചേർന്ന് സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. അപായ സന്ദേശം ലഭിച്ചയുടൻ സ്ഥലത്തെത്തിയ രക്ഷാസേന ബോട്ടിലുണ്ടായിരുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ബോട്ട് കരയിലേക്ക് വലിച്ചടുപ്പിക്കുകയും ചെയ്തു. ആർക്കും പരിക്കുകളില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ പ്രസിഡന്റ് പി.വി. രാധാകൃഷ്ണപിള്ള പതാക ഉയർത്തിയതോടെ ശ്രാവണം 2026 ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. വാദ്യമേളങ്ങളും മ്യൂസിക് ക്ലബിന്റെ സംഘഗാനവും ചടങ്ങിന് മാറ്റുകൂട്ടി. പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികളോടെ സെപ്റ്റംബർ വരെ ആഘോഷങ്ങൾ നീണ്ടുനിൽക്കും. ബഹ്റിനിലെ സാംസ്കാരിക പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായ ദീപക് തണലിന് തണൽ സൗത്ത് സോണിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. സൗത്ത് സോൺ പ്രസിഡന്റ് മണിക്കുട്ടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകരും ഭാരവാഹികളും പങ്കെടുത്തു. സംഘടനയ്ക്ക് അദ്ദേഹം നൽകിയ സേവനങ്ങളെ യോഗത്തിൽ ഭാരവാഹികൾ സ്മരിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. ബഹ്റിൻ നവകേരളയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ നവകേരളോണം 2K26 സെപ്റ്റംബർ 11 സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ നടത്തിപ്പിനായി മനാമയിൽ ചേർന്ന യോഗത്തിൽ വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ബിജു മലയിലിനെ കൺവീനറായും റൈസൻ വർഗീസ്, ബിജു കൂരോപ്പട എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും തിരഞ്ഞെടുത്തു. 7 ആർട്സ് കൾച്ചറൽ ഫോറം ലേഡീസ് വിങ്ങിന്റെ 2026-2028 പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. അഞ്ജു സന്തോഷ് പ്രസിഡന്റായും ദീപ്തി ഡാനിയൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. മുബീന മൻഷീറാണ് കോർഡിനേറ്റർ. അതിലയിൽ നടന്ന യോഗത്തിൽ സംഘടനാ പ്രസിഡന്റ് ജേക്കബ് തേക്കുതോടൻ അധ്യക്ഷത വഹിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.